പശുവേ പശുവേ പുല്ലുന്ന പുലിയെ പുലിയെ കല്ലുന്ന എന്ന് പറയുന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പശുവെന്നൊന്നും ഇരുന്ന് പറയാൻ പറ്റില്ല, എഴുന്നേറ്റ് നിന്ന് ഗോമാതാവെന്ന് പറയണം. പശുക്കൾ തമ്മിലിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പശുവും കാളയും തമ്മിലിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, പശുവും മൂരിയും തമ്മിലിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, മൂരിയും മൂരിയും തമ്മിലിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു പശു മുഖ്യമന്ത്രിയെ ഇടിക്കാൻ ചെല്ലുന്നത് ആദ്യമായി കാണുകയാണ്. അതും സാക്ഷാൽ ഗോമാതാവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച, ഗോമാതാവിന് വേണ്ടി ആളുകളെ അസത്യം പ്രചരിപ്പിച്ച് കൊന്നൊടുക്കിയ, ഗോമാതാവിന് പ്രത്യേകമായ പരിശീലന കേന്ദ്രങ്ങളും പള്ളിക്കൂടവും ആശുപത്രിയും നിക്കറുടുപ്പും എന്ന് വേണ്ട ചാണകവും ഗോമൂത്രവുമൊക്കെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സാക്ഷാൽ യോഗി ആദിത്യനാഥ് സാറിനെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ജില്ലയായ ഗോരഖ്പൂരിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഗോമാതാവ് കുത്താൻ ചെന്നത്. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നൊരു സാധനം കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഞങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ ഇവിടെയൊക്കെ പറയുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, മുണ്ടെടുത്ത് മാറാനില്ലാത്തതിന് ചിറ്റപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചിറ്റപ്പൻ പായ ഉടുത്തുകൊണ്ട് നിൽക്കുന്നെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടുണ്ട്, അത് ഉടുത്തു മാറാനില്ലാത്തതിന് ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി കടം വാങ്ങിക്കാൻ ചെന്നപ്പോൾ ചിറ്റപ്പൻ ഒന്നുപോലും ഇല്ലാതെ പായ ഉടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തെരുവ് നായ്ക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുക, പൊറുതിമുട്ടി കിടക്കുക. സുപ്രീം കോടതി വരെ ഇടപെട്ട വിഷയമായിട്ട് പോലും പരിഹരിക്കാനൊക്കുന്നില്ല. സുപ്രീം കോടതി പോലും ഏതാണ്ട് തീരുമാനം എടുത്തു എന്നും പറഞ്ഞ് രാജ്യമൊട്ടാകെ കരയുന്ന നിലവിളിക്കുന്ന ഒരു സ്ഥിതി വന്ന് സുപ്രീം കോടതി അവസാനം താഴെ വെച്ചിട്ട് പോയി. ഇവൻ്റെ എല്ലാം എവിടെങ്കിലുമൊക്കെ കടിച്ചു പറിക്കട്ടെന്നും പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഒന്ന് ആലോചിച്ച് നോക്കും, ഉത്തരേന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഈ മൃഗങ്ങളും കന്നുകാലികളും ഒക്കെ അതിൻ്റെ സമയമാകുമ്പോൾ വിൽക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് മറ്റു തരത്തിലേക്ക് മാറ്റപ്പെടുകയോ ഇറച്ചിയാകുകയോ കുറേയൊക്കെ അല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്നൊരു സംഗതിയിൽ നിന്ന് മാറ്റി ഇതിനെയൊക്കെ ഗോമാതാവായി സംരക്ഷിച്ചതോടുകൂടി ഇതിപ്പോൾ അങ്ങ് വ്യാപകമായി പൊറുതിമുട്ടുന്ന സ്ഥിതിയിലേക്കെത്തി. പട്ടി കടിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടുമ്പോൾ ഗോമാതാവ് കുത്താൻ വരുക. സംഗതി നടന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ഗോരഖ്പൂരിലാണ്. ഗോരഖ്പൂരിൽ അദ്ദേഹം ഒരു പരിപാടി നടത്താനായി വന്നപ്പോൾ അവിടെയൊക്കെയുള്ള ജിഹാദികൾ, സുഡാപ്പികൾ, രാജ്യത്തെ രണ്ടാക്കാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരടക്കമുള്ള ഭീകരവാദികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ തൂക്കുമൊക്കെയായ ആളുകളുണ്ട്. പക്ഷേ ഗോമാതാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് ഗോമാതാവിനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഓടിച്ചാൽ അത് കുറ്റമാകുമോ എന്ന് ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ഗോമാതാവ് അവിടെയൊക്കെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് യോഗിജി വന്നിറങ്ങിയത്. ഗോമാതാവ് ചീറിപ്പാഞ്ഞടുത്തത്രേ. ഒരു പരുവത്തിനാണ് രക്ഷപ്പെട്ടത്. സംഗതി അത്തരമൊരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായും വാർത്ത കണ്ടു. ഞാൻ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പെട്ടെന്ന് പോയി വായിച്ചു നോക്കി. ഇപ്പോൾ പേര് കാണുമ്പോൾ പെട്ടെന്ന് പോയി വായിച്ചു നോക്കണമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാരപ്രവൃത്തി ചെയ്തതിന് ഒരുത്തനെ പിടിച്ചു. അപ്പോഴും പോയി നോക്കി, വല്ല ഉസ്മാൻ കുഞ്ഞാന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ആണെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല. ഇപ്പം നാട്ടിൽ ഉസ്മാൻ കുഞ്ഞ് വേണമെന്നുമില്ല, വേറെ ഏതെങ്കിലും രാജ്യത്തൊരു ഉസ്മാൻ കുഞ്ഞിനെ കിട്ടിയാലും കിടന്നു പൊറുക്കാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ വിജയകുമാർ മൽഹോത്ര എന്നെങ്ങാണ്ട് പറയുന്നൊരു ഉദ്യോഗസ്ഥനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗോമാതാവിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഗോമാതാവ് സ്നേഹിക്കുമ്പോഴും ഒരു മുഖ്യമന്ത്രിയുടെ നേരെ ഗോമാതാവ് പാഞ്ഞെടുക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ആരോഗ്യമില്ലാത്ത ഗോമാതാക്കൾ അവിടങ്ങളിലായി അലഞ്ഞു തിരിയുകയാണ്. ഏതായാലും അങ്ങനെ ഗോമാതാവ് ഞങ്ങളുടെ യോഗിജിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു, ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു.